എല്ലാമാണ്. അതായത് കൊല്ലുന്നതും ബലി കൊടുക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ ശീലമെങ്കിൽ നിങ്ങൾ ശിവനാണ്. ഇനി അതൊന്നുമല്ല, നിങ്ങൾ ആരോടും വലിയ എന്താ പറയുന്നത്, ഒരു നിർഗുണപരപരമായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ന്യൂട്രലായിട്ടിരിക്കുക. എല്ലാത്തിനോടും ശിവനോടും ഇഷ്ടം, വിഷ്ണുവിനോടും ഇഷ്ടം, എല്ലാത്തിനോടും ഇഷ്ടം, ഒരു മതേതര സ്വഭാവത്തോടുകൂടി, ഒരു സെക്യുലർ സ്വഭാവത്തോടുകൂടി നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങൾ ബ്രഹ്മാവാകുന്നു. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ നിർഗുണ പരബ്രഹ്മമാണ്. ഒന്നിനോടും വലിയ മമതയില്ലാതെ, ഒന്നിനോടും ഒട്ടിലില്ലാതെ, ശിവനായാലും വിഷ്ണു ആയാലും ബഹുദൈവങ്ങളായാലും എല്ലാം നടക്കും എന്നുള്ളൊരു ഭാവത്തിൽ ഇരിക്കുന്നവരാണ് ഈ ബ്രഹ്മാവെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലോകത്ത് 3 തരം മനുഷ്യരേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഭഗവാനാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ഞാൻ അറിഞ്ഞിട്ട് വർഷം 18ആയി. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ, എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അറിയുക എന്നുള്ളത് ഉള്ള കാര്യമാണ്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ഐ ഹാവ് സെൽഫ് റിയലൈസ്ഡ് മൈസെൽഫ്. ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചത്. ഞാനാണ് ഈ ഞാനെന്ന് പറയുന്നത് എൻ്റെ ശരീരമല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ്. ഞാനും ആ ഒരു ആത്മാവും പരമാത്മാവും ഒന്നാണെന്നും എന്നിലെ ആത്മാവ് തന്നെയാണ് സകല ചരാചരങ്ങളും, മനുഷ്യരും മാത്രമല്ല ജീവനുള്ള സകല വ്യക്തികളിലും, സകല ജന്തുക്കളിലും, സസ്യങ്ങളിലും എല്ലാം ഒരേ പരമാത്മാവ്, അല്ലെ ഒരേ ജീവാത്മാവ് നിറഞ്ഞിരിക്കുന്നു, ഒരേ ഊർജ്ജം നിറഞ്ഞിരിക്കുന്നു, എല്ലാം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. 18 വർഷമായി. അപ്പം ഞാൻ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ എന്താണോ അത് തന്നെയാണ് ഞാൻ. നമ്മൾ ഈ ചോറ് വെന്തോന്ന് അറിയാൻ എല്ലാ ചോറും ഞെക്കി നോക്കണ്ടല്ലോ. ഒരു ചോറ് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ചോറും വെന്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ പ്രപഞ്ചവും സകല ജീവജാലങ്ങളും. അപ്പം നമ്മുടെ ഉള്ളിലല്ല ഇപ്പോൾ ഇരിക്കുന്ന നാരായണനാണ് ഊർജ്ജമായിട്ടെങ്കിലും ഭഗവാൻ കൽക്കി രൂപത്തിലാണ് എല്ലാവരിലും ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൽക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. അപ്പം നിങ്ങളെല്ലാം കൽക്കികളാണ്. അപ്പം മൊത്തം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 132 ദിവസം കൊണ്ട് എനിക്ക് ആകെ ഈ 11 വർഷത്തിൽ 243 സബ്സ്ക്രൈബർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 243 സബ്സ്ക്രൈബർ അല്ല, 243 ഭഗവാന്മാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ട്. അത് 2014 തൊട്ട് 243. അതിപ്പോ ഈ 132 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 മാസം കൊണ്ട് 1200 സബ്സ്ക്രൈബറായി. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കെയർ എന്താ പറയുക, ഷെയർ ചെയ്യുക, ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു വിഷ്ണുയോഗി ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. ആരുടെയും ഒന്നും വിഷ്ണുയോഗിക്ക് വേണ്ട. വിഷ്ണുയോഗി കൊടുക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് എന്താ വേണ്ടത് അതനുസരിച്ച്, പാത്രം അനുസരിച്ച് ദാനം ചെയ്യുന്ന ആളാണ്. അല്ലാതെ ആരോടും ഭിക്ഷ ചോദിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേണമെന്ന് ഒന്നും ആഗ്രഹമുള്ള ആളല്ല ഒരു വിഷ്ണുയോഗി. അപ്പൊ ശീലായപ്പനും വിഷ്ണുയോഗിയാണ്. ശീലായപ്പന് യാതൊന്നും വേണ്ട, ഈ ലോകത്ത് യാതൊന്നിന്റെ ആവശ്യമില്ല. കാരണം ഭഗവാൻ നാരായണൻ നമ്മുടെ കൂടെ ഉണ്ട്. ഭഗവാൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ്, നമുക്ക് എന്താ വേണ്ടുന്നത്, നമുക്ക് അധ്വാനിച്ച് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പം ഭഗവാൻ അല്ലാതെ ഒരു വിഷ്ണുയോഗിയെ തോൽപ്പിക്കാനും ഭഗവാൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് ഒരു വിഷ്ണുയോഗിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം ഇന്ന് ഞാൻ 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന്, നമുക്ക് 1200 സബ്സ്ക്രൈബേഴ്സ് അല്ല, 1200 ഭഗവാന്മാർ നമ്മുടെ ഈ വിശ്വഗുരു എന്ന് പറഞ്ഞ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 1000ാമത്തെ റീലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ആശീർവാദത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.